Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ സ്കിൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് CUET PG 2023 വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സെർട്ടൻ കോഡ് curtain is coded as XFIGZRM. How is madam coded in that language? അപ്പൊ ജസ്റ്റ് curtain എന്നുള്ളതിന്റെ കോഡ് നോക്കാം. RTAIN അല്ലെ, XFIGZRM. ഓക്കെ, സിന്റെ കോഡ് എക്സ്, യുവിന്റെ കോഡ് എഫ്, ആറിന്റെ കോഡ് ഐ. എന്തെങ്കിലും റിലേഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ടോ? തീർച്ചയായിട്ടും ഇത് എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് അല്ലെ, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അതായത് ഇപ്പൊ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ABC തേർഡ് ലെറ്റർ ആണ് അല്ലെ. എക്സ് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് എത്രയാണ്? തേർഡ് ലെറ്റർ ആണ്. അതായത് ഇസഡ്, വൈ, അതിനു മുമ്പ് എക്സ്. അപ്പൊ ആ രീതിയിലാണ് എല്ലാതും വരുന്നത്. ഇപ്പൊ എൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്രാമത്തെ ലെറ്റർ ആണ്? 14ാമത്തെ ലെറ്റർ ആണ്. എം എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ 14ാമത്തെ, ആ ഒരു അറേഞ്ച്മെന്റിൽ നോക്കുമ്പോൾ 14ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പറയുന്നത്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാഡം എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് എടുക്കാം, മാഡം. ഓക്കെ, ഇപ്പൊ എമ്മിന്റെ ഓപ്പോസിറ്റ് എന്നാണ് നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, എൻ ലാസ്റ്റത്തെ ലെറ്റർ എന്തായിരിക്കും? എൻ ആയിരിക്കും. എന്റെ ഓപ്പോസിറ്റ് ഇസഡ് ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എ ഫസ്റ്റ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ എടുത്താൽ മതി. ഓക്കെ, ഈസി. നെക്സ്റ്റ് ഡി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് എത്രാമത്തെയാണ്? തീർച്ചയായിട്ടും 4ാമത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിന്ന് 4ാമത്തെ ഏതാണ്? ഡബ്ല്യു ആണ്. എന്റെ ഓപ്പോസിറ്റ് ഇസഡ് ആണ്. അപ്പൊ എൻ ഇസഡ് ഡബ്ല്യു ഇസഡ് എൻ, ഇതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ലുക്കിംഗ് അറ്റ് എ ഫോട്ടോഗ്രാഫ് ഓഫ് എ മാൻ, ഷീല സേസ്. അപ്പോ ഒരു മാന്റെ ഫോട്ടോഗ്രാഫ് നോക്കിയിട്ട് ആരാ പറയുന്നത്? ഷീലയാണ് പറയുന്നത്. ഷീല സേസ് ദാറ്റ് ഹി ഈസ് ദ ഓൺലി സൺ ഓഫ് ഹസ്ബൻഡ് ഓഫ് മദർ ഓഫ് മൈ ഹസ്ബൻഡ് സിസ്റ്റർ. അപ്പോ ഷീലയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഷീല വൈഫ് ആയിരിക്കും. ഓക്കെ, ഷീലയുടെ ഹസ്ബൻഡ്, ഷീലാസ് ഹസ്ബൻഡ്. ഓക്കെ, ഷീലയുടെ ഹസ്ബൻഡ്, അവരുടെ സിസ്റ്റർ പറയുന്നത് എന്താണ്? ഹി ഈസ് ദ ഓൺലി സൺ ഓഫ് ഹസ്ബൻഡ് ഓഫ് മദർ ഓഫ് മൈ ഹസ്ബൻഡ് സിസ്റ്റർ. ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷീലയുടെ മദർ ഇൻ ലോ ആണ്. അതായത് നമ്മുടെ ഹസ്ബൻഡ് സിസ്റ്ററിന്റെയും ഹസ്ബൻഡിന്റെയും എന്താണ്? മദർ സെയിം ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇവരുടെ മദർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ മദർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നോക്കാം, ഈസ് ദ ഓൺലി സൺ ഓഫ് ഹസ്ബൻഡ് ഓഫ്. അപ്പൊ ഈ ഒരു മദറിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഷീലയുടെ ഹസ്ബൻഡിന്റെ ഫാദർ ആണ്, അല്ലെങ്കിൽ ഷീലയുടെ ഫാദറിലോ ആണ് മെയിൻ ആയിട്ട് ആ ഒരു വ്യക്തിയെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഓൺലി സൺ എന്ന് പറയുന്നത് ആരെന്നെയാണ്? ഷീലയുടെ ഹസ്ബൻഡ് തന്നെയാണ്. അതാണ് അവർ ജസ്റ്റ് തല തിരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹസ്ബൻഡ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ഷീല എന്നുള്ളതാണ്. ആ ഒരു മാൻ എന്ന് പറയുന്നത് ആരെന്നെയാണ്? ഷീലയുടെ ഹസ്ബൻഡ് തന്നെയാണ്. ജസ്റ്റ് നോക്കാം, ഓൺലി സൺ ഓഫ് ഹസ്ബൻഡ് ഓഫ് മദർ ഓഫ് മൈ ഹസ്ബൻഡ് സിസ്റ്റർ. ഓക്കെ, ഹസ്ബൻഡിന്റെ സിസ്റ്ററിന്റെ മദർ, അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഈ ഷീലയുടെ ഹസ്ബൻഡിന്റെ ആരെന്നെയാണ്? ഫാദർ തന്നെയാണ്. അവരുടെ ഓൺലി സൺ എന്ന് പറയുമ്പോൾ ആരാണ്? ഷീലയുടെ ഹസ്ബൻഡ് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൻ സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസിലെ മിസ്സിംഗ് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. 12, 15, 19, അടുത്തൊരു ടേം ഇല്ല. 30, 37. ഇപ്പൊ ഇവിടെ +3 വന്നു. നെക്സ്റ്റ് +4 വന്നു അല്ലെ. മിക്കവാറും നെക്സ്റ്റ് +5 ആയിരിക്കും വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏതായാലും ആൻസർ വരിക 19 + 5 എന്ന് പറയുമ്പോൾ 24 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് +6 വരും. അപ്പൊ 24 + 6 30 ആണോ എന്നുള്ളത് നോക്കാം. ആണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് +7 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 24. വളരെ ഈസി ആയിട്ട് തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രോബ്ലം ഫിഗർ ഈസ് എംബഡഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഫിഗർ താഴെ തന്നിരിക്കുന്ന ഏത് ഫിഗറിലാണ് ഉള്ളത്? എംബഡഡ് ആയിട്ടുള്ളത്. എംബഡഡ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ഫിഗറിൽ കൊടുത്ത അതേ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഫിഗർ ആ ഒരു ഓപ്ഷനിൽ ഏതിലാണ് ഉള്ളതെന്ന്. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഇതിലില്ല. ഇവിടെ വരുന്നുണ്ട്, പക്ഷെ ഈ ഒരു ഫിഗർ എന്ത് ചെയ്യുന്നില്ല? അതിൽ വരുന്നില്ല. ഓക്കെ, ഇതിലും ഇല്ല. നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ഇതും അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു 10 സെക്കൻഡ് ഒക്കെ തന്നെ മോർ ദാൻ ഇനഫ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റിംഗ് ടുവേർഡ്സ് എ ഗേൾ, ആനന്ദ് സൈഡ്. അപ്പൊ ഒരു ഗേളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആനന്ദ് പറയാണ്, ദിസ് ഗേൾ ഈസ് ദ ഡോട്ടർ ഓഫ് ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദർ. അപ്പോ എന്റെ ഫാദറിന്റെ ഓൺലി ചൈൽഡ്. ഇപ്പൊ എന്റെ ഫാദറിന്റെ ഓൺലി ചൈൽഡ് എന്ന് പറയുമ്പോൾ ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട? ഈ ഓൺലി ചൈൽഡ് ഓഫ് മൈ ഫാദർ എന്നുള്ളത് ജസ്റ്റ് ആരെ തന്നെ കൊടുക്കാം? ആനന്ദിനെ തന്നെ കൊടുക്കാം. അപ്പൊ ഈ ആനന്ദിന്റെ ഡോട്ടർ ആണ് തീർച്ചയായിട്ടും അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്ന ഈ ഒരു ഗേൾ എന്ന് പറയുന്നത്. ആനന്ദ് ഡോട്ടർ ആണ്. ഡോട്ടർ.
ഡോട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സർക്കിളിനുള്ളിൽ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ആനന്ദ്സ് വൈഫ്? അപ്പൊ ആനന്ദിന്റെ വൈഫും ആ ഒരു ഗേളും തമ്മിലുള്ള റിലേഷൻ എന്താണ് നോക്കുക. ആനന്ദിന്റെ വൈഫ് അവരുടെ മകളല്ലേ തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം നോക്കുക, വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ആനന്ദ്സ് വൈഫ് ടു ദാറ്റ് ഗേൾ? അതായത് ആ ഒരു ഗേളിന് ആനന്ദിന്റെ വൈഫ് ആരാന്നാണ്. നേരെ തിരിച്ച് പറയരുത്. ഓക്കെ, അവിടെ നമുക്ക് റിലേഷൻ ഒക്കെ കിട്ടി, പക്ഷെ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ, ഇത് ഡോട്ടർ ആണോ അല്ലെങ്കിൽ മദർ ആണോ ആൻസർ വരാന്നുള്ളത്. അപ്പൊ അവിടെ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ആനന്ദ്സ് വൈഫ് ടു ദാറ്റ് ഗേൾ, ആ ഒരു ഗേളിന് ആനന്ദിന്റെ വൈഫ് ആരാന്നുള്ളതാണ്. ആ ഒരു ഗേളിന് തീർച്ചയായിട്ടും ആനന്ദിന്റെ വൈഫ് ആരാണ്? ഗേളിന്റെ മദർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 2 മദർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ വരെ. കൺഫ്യൂസ്ഡ് ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ബെസ്റ്റ് റെപ്രസെന്റ് ബൈ ദ ഫിഗർ ബിലോ? അപ്പൊ താഴെ തന്നിരിക്കുന്ന ഒരു വെൻ ഡയഗ്രാം ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ഉള്ളിലായിട്ട് 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പ് എന്താണ്? അവർക്ക് ഒരു കോമൺ ഏരിയ, കുറച്ച് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെയിൻ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് മെൻ സിറ്റിസൺ എഡ്യൂക്കേറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, സിറ്റിസൺ എന്നുള്ള ഒരു കോളം ഞാൻ വരക്കുകയാണെങ്കിൽ അതിൽ മെൻ ഉണ്ടാവും. ഈ മെന്നിൽ തന്നെ എന്തുണ്ടാവും? എഡ്യൂക്കേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ മെന്നിൽ തന്നെ എന്തും ഉണ്ടാവും? അൺഎഡ്യൂക്കേറ്റഡ് ഉണ്ടാവും. ഇനി എഡ്യൂക്കേറ്റഡിൽ തന്നെ മെന്ന് മാത്രമാണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും അല്ല. അപ്പൊ ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫിഗർ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു 3 കേസസിനും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ഈ രീതിയിലല്ലേ വരാം. തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡിസീസസ്, അതിൽ ലെപ്രോസി, സ്കർവി, ഈ രീതിയിലാണ് അതും വരിക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എർത്ത്, ഓക്കെ, എർത്തില് മൗണ്ടൈൻസ് അതുപോലെ തന്നെ ഫോറസ്റ്റ്. നമുക്കറിയാം ചില മൗണ്ടൈൻസിൽ നമുക്ക് എന്തും കാണാൻ പറ്റും? ഫോറസ്റ്റും കാണാം അല്ലെ. മലനിരകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫോറസ്റ്റുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആക്കിയിട്ട് വരും. ലാസ്റ്റ് ഓപ്ഷനും ഫോളോ ചെയ്യില്ല. ഈ രീതിയിലാണ് ലാസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുക? അതിന്റെ വെൻ ഡയഗ്രാം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എയും അതുപോലെ തന്നെ ഡിയും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 3 എ ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഗ്രാസ് ഈസ് കോഡഡ് ആസ് BMBNK. അങ്ങനെയാണെങ്കിൽ ക്രെയിൻ എന്നുള്ളത് എങ്ങനെയാ കോഡ് ചെയ്യാന്നുള്ളതാണ്. ഗ്രാസ്പിന്റെ ന്യൂമറിക്കൽ വാല്യൂ നോക്ക് 7, അതുപോലെ തന്നെ 18, 1, 19, 16. ഇവിടെ 5, അതുപോലെ തന്നെ 13, 22, 14, അതുപോലെ തന്നെ 11. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളത് ന്യൂമറിക്കൽ വാല്യൂ നോക്കാം. B2 ആണ്. നെക്സ്റ്റ് 13, നെക്സ്റ്റ് 22, നെക്സ്റ്റ് 14, നെക്സ്റ്റ് 11. അപ്പൊ ഇവിടെ എത്ര വന്ന്? 7 2ലേക്ക് -5 ആണ്. നെക്സ്റ്റ് 18 നിന്ന് 13ലേക്ക് -5. എല്ലായിടത്തും -5 ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് വിച്ച് വേർഡ് കുഡ് ബി കോഡഡ് ആസ് ക്രെയിൻ. ഇപ്പൊ ക്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കോഡാണ്. അതിന്റെ വേർഡ് ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. നമ്മൾ കോഡ് കാണാൻ വേണ്ടിയിട്ട് -5 ചെയ്തു. അങ്ങനെയാണെങ്കിൽ വേർഡ് കാണാൻ വേണ്ടി ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം, +5 ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ 3 ആണ്, ഇവിടെ 18, ഇവിടെ 1, ഇവിടെ 14, ഇവിടെ എത്രയാണ്? 5 ആണ് വരിക. അപ്പോ ജസ്റ്റ് കോഡിൽ നിന്ന് വേർഡ് കാണാൻ വേണ്ടിയിട്ട് +5 ചെയ്യുന്ന സമയത്ത് ഇവിടെ 8th ലെറ്റർ H ആണ്. അപ്പൊ H തുടങ്ങുന്ന ഈ ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, കൺഫേം ചെയ്യാം. ജസ്റ്റ് 23rd ലെറ്റർ വരും, W ആണ്. ഇവിടെ നെക്സ്റ്റ് 6th ലെറ്റർ F ആണ്. നെക്സ്റ്റ് ഇവിടെ 19th ലെറ്റർ ഏതാ വരിക? S ആണ് വരിക. നെക്സ്റ്റ് ഇവിടെ 10th ലെറ്റർ J ആണ്. HWFSJ. അത് തന്നെയാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ H കണ്ടപ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. ആ രീതിയിൽ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which region represent leaders who are neither singers nor Indians? തന്നിരിക്കുന്ന വെൻ ഡയഗ്രാമിൽ ലീഡേഴ്സിനെയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അവർ എന്തും കൂടി ആയിരിക്കണം? സിംഗേഴ്സും ആയിരിക്കാൻ പാടില്ല, എന്നാൽ ഇന്ത്യൻസും ആയിരിക്കാൻ പാടില്ല. അതായത് ഈ ഒരു ഏരിയയിൽ അവർ വരാൻ തന്നെ പാടില്ല. ഓക്കെ, സിംഗേഴ്സിൽ വരാൻ പാടില്ല, അതുപോലെ തന്നെ ഇന്ത്യൻസിലും വരാൻ പാടില്ല. ഓക്കെ, ഇതല്ലാതെ ലീഡേഴ്സ് മാത്രമായിട്ട് ആരാ വരുന്നത്? 2 ആണ് വരുന്നത് അല്ലെ. 2 എന്ന് പറയുന്ന റീജിയനിൽ മാത്രമുള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു രീതിയിൽ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് നമ്പർ കംസ് നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ്? തന്നിരിക്കുന്ന സീരീസിൽ അടുത്തൊരു ടേം ഏതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ 0 വന്നു, 5 വന്നു, ഓക്കെ, 22 വന്നു, 57 വന്നു, 116 വന്നു. അപ്പൊ ജസ്റ്റ് നോക്കാം എങ്ങനെ 0 വന്നെന്നുള്ളത്. 1 cube -1. ഓക്കെ, 1ന്റെ ക്യൂബ് -1 എന്ന് പറയുമ്പോൾ 0 ആണ്. നെക്സ്റ്റ് 5 എങ്ങനെയാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കാം. 2 cube -3. 2 cube 8 ആണ്. 8 - 3 5 വരും. നെക്സ്റ്റ് 22 എങ്ങനെ വന്നെന്നുള്ളത് ജസ്റ്റ് നോക്കാം. 3 cube എന്ന് പറയുമ്പോൾ 27 ആണ്. 27 - 5. 27 - 5 എന്ന് പറയുമ്പോൾ 22. അപ്പൊ നോക്കാം 135 അല്ലെ. ആ രീതിയിലാണ് ഒരു കറക്റ്റ് ഫോളോ അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. 4 cube -7 ആയിരിക്കും അല്ലെ. അതായത് 64 - 7 എന്ന് പറയുമ്പോൾ 57 ആയിരിക്കും. നെക്സ്റ്റ് 5 cube -9. 5 cube എന്ന് പറയുമ്പോൾ 125 ആണ്. 125 - 9 എന്ന് പറയുമ്പോൾ 116 വരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരാ
6³ മൈനസ് 11 ആയിരിക്കും. ദാറ്റ് മീൻസ് 216 മൈനസ് 11, അതായത് 205 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് വാട്ടർ ഇമേജ് ഓഫ് ദ ഫിഗർ എക്സ്. ഓക്കെ, ഇമേജ് എക്സിന്റെ കറക്റ്റ് വാട്ടർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്താ വരിക, അപ്സൈഡ് ഡൗൺ ചേഞ്ച് ആണ് വരിക അല്ലെ. മിറർ ഇമേജ് ആവുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് സംഭവിക്കുക. ഇവിടെ അപ്സൈഡ് ഡൗൺ ആണ് എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ചേഞ്ച് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ എന്ത് ചെയ്യും, മുകളിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഡോട്ട് എന്താവും താഴേക്ക് വരും. പക്ഷെ അത് സെൻട്രൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സെൻട്രൽ ആയിട്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ വാട്ടർ ഇമേജിനും വരുന്നുണ്ടാവുക. ആ രീതിയിൽ താഴെ സെൻട്രൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ മുകളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, ഇവിടെ താഴെ സെൻട്രലാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ ഇവിടെ നോക്കാം, ഒന്നിക്ക് ഈ ഒരു ക്രോസ് അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് അതേ വരാൻ പോസിബിലിറ്റി ഉള്ളൂ. ഇവിടെ വന്നിട്ടുള്ളത് സെൻട്രലിലൂടെയുള്ള ലൈനാണ്, അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ഇനി രണ്ട് ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു ഫിഗർ അത് അപ്സൈഡ് ഡൗൺ ആവുന്ന സമയത്ത് അത് എങ്ങനെയായിട്ട് മാറും, ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഓപ്ഷൻ അല്ല, ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കിയുള്ള സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.